ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കക്ക റോസ്റ്റ് ഉണ്ടാക്കിയാലോ. കക്കയിൽ അഴുക്കുകളെല്ലാം എടുത്ത് കളഞ്ഞ് അത് വൃത്തിയാക്കിയതിന് ശേഷം കക്ക വേവിക്കാം. വേവിക്കുന്നതിനായി ഉപ്പും മഞ്ഞപ്പൊടിയും കറിവേപ്പിലയിട്ട് കക്ക നന്നായിട്ട് വേവിക്കുക. ശേഷം ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇടുക. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ടിടുക. തേങ്ങാക്കൊത്തൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടി ഇട്ട് നല്ല രീതിക്കാവുന്ന മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്കാവുന്ന ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ല രീതിക്ക് വഴറ്റി കൊടുക്കുക. വഴറ്റി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കക്ക ഇട്ടതിന് ശേഷം കക്കയിലേക്ക് മസാല പിടിക്കുന്ന രീതി നല്ല രീതിയിൽ അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൂടെ ചേർത്തതിന് ശേഷം കുറച്ച് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുന്നു. വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല രീതിക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അവസാനമായി നമ്മൾ കുറച്ച് കുരുമുളക് കൂടെ മണ്ടയ്ക്കൂടെ വിതറുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ചെറുതീയിൽ ഒന്ന് വേവിക്കുക. നമ്മുടെ കക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.